നമസ്കാരം. അമേരിക്കൻ ജാലകത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജാലകം തുറന്നാൽ വിസ്മയം, ജാലകം തുറന്നാൽ അത്ഭുതം, മലയാള പെരുമ നിറഞ്ചാലകം, അമേരിക്കൻ ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം. ചിരിച്ചാലും മരിക്കും, ചിരിച്ചില്ലെങ്കിലും മരിക്കും, എങ്കിൽ പിന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചുകൂടെ എന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കേൾക്കുന്ന സ്ഥിരം ഒരു പല്ലവിയുണ്ട്, ഓ ഹായ്, ഹൗ ആർ യു. അതിൻ്റെ സ്ഥിരമായിട്ടുള്ള യൂഷ്വൽ ആൻസറും ഇതായിരിക്കും, ഐ എം ഗുഡ്, ഡൂയിങ് ഗ്രേറ്റ് എന്ന്. എത്ര മനസ്സിൽ വിഷമമുണ്ടെങ്കിലും അതെല്ലാം അടക്കി വെച്ചുകൊണ്ട് നമ്മൾ പറയും ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ. പറയുന്നത് ചിലപ്പോൾ വളരെ മ്ലാനമായിട്ടുള്ള വചനത്തോടു കൂടിയായിരിക്കും വണ്ടർഫുൾ, ഗ്രേറ്റ് എന്നൊക്കെ തട്ടിവിടുന്നത്. ചിരിപ്പിക്കുക, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ? ശരിക്കും നമ്മൾ ചിരിക്കുകയാണെങ്കിൽ തന്നെ, നമ്മൾ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും നമുക്ക് കഴിയാറുണ്ടോ? വിദേശ പര്യടനത്തിനിടയിൽ ഹ്യൂസ്റ്റണിൽ എത്തിച്ചേർന്ന മലങ്കര മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തയുമായി അമേരിക്കൻ ജാലകം സംസാരിക്കുകയുണ്ടായി. തൻ്റെ 85-ാം ജന്മദിനം ഹ്യൂസ്റ്റണിലെ ഇമ്മാനുവേൽ ട്രിനിറ്റി ഇടവകകൾ സംയുക്തമായി ആഘോഷിക്കുകയുമുണ്ടായി. The 21st Metropolitan of the Marthoma Church, the most Reverend Dr. Joseph Marthoma, born in the Palakudan family in June 27, 1931. കൃത്യതയോടുകൂടെ ഇന്ന് മാർത്തോമ സഭയെ ശുശ്രൂഷിക്കുവാൻ, ദർശനത്തോടെ മുമ്പോട്ട് നയിക്കുവാൻ, മറ്റുള്ളവരുടെ മുറിവുകളെ ഉണക്കുവാൻ. Now into his 85th birthday, the Joseph Marthoma. സഭയിൻ ചൈതന്യമേ, മാർത്തോമ സഭയിൻ ചൈതന്യമേ, ജോസഫ്
This is the day that the Lord has made. Let us be glad and rejoice in it. We are all here today to celebrate the 85th birthday of our Metropolitan Tirumeni, Dr. Joseph Marthoma. Without losing time, let me take this opportunity on behalf of the Diocese of North America and Europe, on behalf of the Marthoma Church as a whole, and on behalf of all those who are present over here, to wish Tirumeni a very happy birthday. To mark this historical occasion because 85th birthday is very significant in the life of a person. And Tirumeni has completed 84 years and is entering into the 85th year. And this significant celebration is taking place here in Houston. On behalf of the Malangere Orthodox Church, the Supreme Head of the Church, His Holiness the Catholicos, and also on behalf of my Diocese of Southwest America, I convey my prayers and wishes for this great day to this great leader of Kerala Christianity. A person who completed 85 years or a person who celebrated 85th birthday, he could see 1,000 full moons. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ സാധിച്ചു. So, Joseph Marthoma Metropolitan could see 1,000 full moons. And I wish and pray that Tirumeni could see more and more full moons in this worldly life. Everyone needs compassion, a love that's never failing. Let mercy fall on me. Everyone needs forgiveness, the kindness of a Savior, the hope of nations.
we go, keep that heritage of discipline, trustworthiness, and hospitable to guests, and also, moreover, I would like you to say that you do not think about coming back to Kerala where there is no space, but have good roots over here, and also join hands with the people of different nations and cultures to be one people and one nation. വിശ്വാസത്തിൻ്റെ നൗകയിൽ ഇടർച്ചകളും പതർച്ചകളും കൂടാതെ സധൈര്യം മുന്നോട്ട് നയിക്കുന്ന മലങ്കര മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ് ഇന്നത്തെ അമേരിക്കൻ ജാലകത്തിലെ മുഖ്യ അതിഥി. തിരുമേനി, ആഗോള വ്യാപകമായ ഒരു വിശ്വാസ സമൂഹമാണല്ലോ മലങ്കര മാർത്തോമാ സഭ. എന്താണ് സഭയുടെ വിശ്വാസത്തിൻ്റെ കാതൽ? മലങ്കര മാർത്തോമാ സുറിയാനി സഭ രണ്ടാം ലോകമഹായുദ്ധത്തിനു മുമ്പ് ജനങ്ങൾ ലോകത്തിൽ എവിടേക്കും ചിതറിപ്പാർക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. അവിടെ പോയ സ്ഥാനങ്ങളിലെല്ലാം തന്നെയും 2 സഹസ്രാബ്ദത്തോളം കാത്തു സൂക്ഷിച്ചിരുന്നതായുള്ള പൈതൃകം, പൗരസ്ത്യ പാരമ്പര്യം, വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതായ വിശ്വാസ തീഷ്ണത, അതുപോലെ തന്നെ ആനുകാലികമായ പ്രതികരണങ്ങൾ, ഇവയത്രേ പോയ സ്ഥാനങ്ങളിലെല്ലാം സഭാജനങ്ങൾ അനുവർത്തിച്ചു വന്നത്. അതിൻ്റെ ഫലമായി ഇന്ന് സഭ ഒരാഗോള സഭയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ സ്മരിക്കാവുന്ന ഒരു വസ്തുതയത്രേ. സത്യം, ധർമ്മം, സ്നേഹം എന്നീ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ സഭയ്ക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? മാനവികതയിലേക്ക് മടങ്ങിവരവാണ് സഭയുടെ മൂല്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വന്തം സ്വരൂപത്തിൽ, അതായത് ഭാവനാ ശക്തിയോടുകൂടിയും സൃഷ്ടിപരമായിരിക്കുന്ന നിർമ്മാണ സാധ്യതകളോടുകൂടിയും ദൈവം മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് രൂപം നൽകി ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു. ആ മനുഷ്യന് സമൂഹത്തിൽ ഈ പ്ലാനറ്റിൽ അവകാശങ്ങളും പദവികളും അറുതിയില്ലാത്ത സ്വാതന്ത്ര്യവും നൽകി. എന്നാൽ അവയെ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കാനായിട്ട് അത്രേ അത് ഏൽപ്പിച്ചു കൊടുത്തത്. ഉത്തരവാദരഹിതമായി മനുഷ്യൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മാനവീയതയ്ക്ക് വികലതയുണ്ടായി, പ്രകൃതിയിലും വികലതയുണ്ടായി. അതത്രേ ഇന്നിൻ്റെ യാഥാർത്ഥ്യം. സഭ വിശ്വാസികൾക്ക് വേണ്ടിയോ അതോ വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടിയോ നിലകൊള്ളുന്നു? വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടിയെന്ന് ഞാൻ പറയുകയില്ല. സഭ വിശ്വാസികൾക്ക് വേണ്ടി എന്നുള്ളതല്ല, സഭ ലോകത്തിനുള്ളതാണ്. കാരണം സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മനുഷ്യൻ വികലത പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മനുഷ്യനും പ്രകൃതിയും വികലമായി. പ്രകൃതിയുടെ സമ്പൂർണമായുള്ള വീണ്ടെടുപ്പ് അത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും വീണ്ടെടുക്കപ്പെടേണ്ടതത്രേ. ഈ അമേരിക്കൻ യാത്രയുടെ ഉദ്ദേശം എന്താണ്? അമേരിക്കയിൽ താമസിക്കുന്നതായ പ്രവാസികളായിരിക്കുന്ന സഭാജനങ്ങളെ സന്ദർശിക്കുന്നതിനും അവരുടെ ചില ആവശ്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് വന്നത്. ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് എന്തെങ്കിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സഭയ്ക്ക് ധാരാളം സാമൂഹ്യ പ്രവർത്തന മേഖലകളുണ്ട്. എൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച്
പുതുതായിട്ടൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ 80ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സഭ ആവിഷ്കരിച്ചതാണ് സ്നേഹകരം എന്നുള്ള പദ്ധതി. രോഗികളായിരിക്കുന്നവർക്ക് വൈദ്യസഹായം നൽകുവാൻ തക്കവണ്ണം ഒരു വർഷത്തിൽ 100 പേർക്കെങ്കിലും 50,000 രൂപ വരെ ധനസഹായം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതിയാണ് സ്നേഹകരം. അതിനുവേണ്ടി നിർലോഭമായി ജനങ്ങൾ 5.5 കോടി രൂപയോളം സമാഹരിച്ച് സഭയെ ഏൽപ്പിച്ചു. അത് എൻഡോവ്മെൻ്റായി തുകയായി ബാങ്കിൽ നിക്ഷേപിച്ച് ലഭിക്കുന്ന പലിശ കൊണ്ട് 50 പേർക്ക് 100 പേർക്ക് ഈ വിധം ധനസഹായം ചെയ്യുവാനായിട്ടുള്ള പദ്ധതി ആരംഭിച്ചു. അതിപ്പോൾ നടന്നു വരുന്നു. പുതുതായിട്ട് പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യന് നൽകിയതായുള്ള വെളിപ്പെടുത്തലെ ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണുവാൻ മനുഷ്യന് സാധിക്കണം. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ തന്മ കാണുവാനായിട്ട് സാധിക്കണം. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കണ്ടാലും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകും. വിവിധ സഭാവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം മാർത്തോമാ സഭയ്ക്ക് എങ്ങനെയാണ്? മാർത്തോമാ സഭ എല്ലാ സഭാവിഭാഗങ്ങളെയും ആദരിക്കുന്നു. എന്നാൽ വിശ്വാസാചാരങ്ങളിൽ ഭിന്നതയുണ്ട്. അത് പല കാരണങ്ങളാൽ ഉളവായതാണ്. സാംസ്കാരികവും ദേശീയവും ഭാഷാപരവുമായുള്ള വ്യത്യാസങ്ങൾ, തോടൊപ്പം സാമൂഹ്യമായിരിക്കുന്നതായുള്ള ധാരണയിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. സ്വീകരിക്കാവുന്നവയെ സ്വീകരിക്കുകയും സ്വീകരിക്കാൻ വയ്യാത്തതിനെ ആദരിക്കുകയും ചെയ്യുകയാണ് സഭയുടെ ലക്ഷ്യം. അതുകൊണ്ട് സൗഹൃദമായിരിക്കുന്നൊരു സ്വീകരണത്തിൻ്റെ സഹകരണത്തിൻ്റെ ആത്മാവത്രേ സഭയിൽ പ്രബലപ്പെടേണ്ടതെന്നാണ് സഭയുടെ താല്പര്യം. ബൈബിളിലൊരു വാക്യമുണ്ട്, മനുഷ്യൻ്റെ സംവത്സരം 70 സംവത്സരം, ഏറെയായാൽ 80. ഇപ്പോൾ തിരുമേനിക്ക് 85 കടന്നിരിക്കുക. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കൂ. ആ കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയ കാലഘട്ടത്തിൽ തന്നെ ബൈബിളിലുണ്ട്, മനുഷ്യൻ്റെ ആയുർദൈർഘ്യം 120 വർഷവും കണ്ടു മങ്ങാതെ വരുന്നതായുള്ള കാലഘട്ടമൊക്കെ ഉണ്ട്. എന്നാൽ ആ സങ്കീർത്തനക്കാരുടെ കാലഘട്ടത്തിലെ ഒരു കാഴ്ചപ്പാടായിരുന്നു പറഞ്ഞിരുന്നത്. അത് നമുക്ക് ദർശിപ്പാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം മലയാളത്തുകാരെങ്കിലുണ്ടായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 44 വയസ്സായിരുന്നു. 50 കഴിയുന്നവർ വളരെ ചുരുക്കമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം ദീർഘായുസ് കൊണ്ട് മനുഷ്യനെ കേരള ജനതയെ അനുഗ്രഹിച്ചിരിക്കുന്നു. കേരള ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹം ഇന്ത്യയിലെ എല്ലാ ജനതയ്ക്കും ലഭിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല. വികസിത രാജ്യങ്ങളിൽ ആയുർദൈർഘ്യമുണ്ടായി, ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അത് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് അനുഗ്രഹമാണ്. ആരോഗ്യമില്ലാതെയുള്ളത് സങ്കീർത്തനക്കാരൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും. തിരുമേനിയുടെ പ്രദേശത്ത് ഒരു എയർപോർട്ട് വരുന്നതിനെ പറ്റി മാർത്തോമാ സഭയ്ക്ക് എന്താണ് അഭിപ്രായമുള്ളത്? വളരെ നിർഭാഗ്യകരമാണ്. അതിനെക്കുറിച്ചുള്ളതായ ചർച്ചയും പ്രതികരണവും. അവിടെ ആദ്യമായിട്ട് അതിനൊരു ശ്രമമുണ്ടായത് ജാതീയമായിരിക്കുന്നതായ ഒരു സംഘർഷം ഉളവാക്കാനായിട്ടാണ്. ആറന്മുളയുടെ പൈതൃകം ഒരു കാലത്തും അതല്ല. അത് എയർപോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും അതിനെ എതിർത്താലും അനുകൂലിച്ചാലും ആ മതസൗഹാർദ്ദതയുടെ പൈതൃകം ആറന്മുളയ്ക്ക് പുറത്തുള്ളവർ വന്ന് അവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ നടന്ന സമരങ്ങൾ നോക്കുകയാവുന്നതിൽ തദ്ദേശീയർ വളരെ ചുരുക്കമേ ഉള്ളൂ. പക്ഷെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ളതായ ലോബികളാണ് അവിടെ സമരം നടത്തിയത്. അതിന് എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥതയല്ലാതെ മറ്റൊന്നുമല്ല.
കൊച്ചിയിലെ എയർപോർട്ട് തന്നെയും ഇതിനേക്കാൾ കൂടുതൽ എതിർപ്പുള്ളവരോടുകൂടിയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എയർപോർട്ടായിട്ട് അത് രൂപപ്പെട്ടിരിക്കുന്നു. ആറന്മുള വളർന്നതായിരുന്നെന്നുവരികിൽ അനേക ആളുകൾക്ക് അത് സൗകര്യപ്രദമായിരുന്നു, വിശിഷ്യ ശബരിമല തീർത്ഥാടകർക്ക്. ഇന്ന് കൊച്ചിയിൽ വന്ന് എറണാകുളത്ത് വന്നിട്ട് ദൂരെ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി ആറന്മുള നിന്ന് 2 മണിക്കൂർ കൊണ്ട് ശബരിമല ചെന്ന് ദർശനം കഴിഞ്ഞ് അന്ന് തന്നെ മടങ്ങാമായിരുന്നു. അതിന് തടസ്സം സൃഷ്ടിച്ചത് ദേശത്തോടോ സമൂഹത്തോടോ വികസനത്തോടോ ഉള്ള താല്പര്യക്കുറവല്ല, പിന്നെയോ സ്വാർത്ഥതയുടെ ഒരു ലക്ഷണമാണെന്നാണ് എൻ്റെ വിശ്വാസം. സഭയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അവസരത്തിൽ വലിയ തിരുമേനിയുടെ സഹായം എത്രമാത്രം ലഭിക്കുന്നുണ്ട്? ആവശ്യകാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് ആലോചിക്കും. പക്ഷേ ഒരു സമയത്തും അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ഇടപെടുത്തുവാൻ ചിലർ ശ്രമിച്ചാലും ഇടപെടുകയില്ല. അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തിനോട് ആലോചന ചോദിച്ച് തീരുമാനങ്ങളെടുക്കും. അമേരിക്കയിലുള്ള സഭാ വിശ്വാസികളോട് അഭിമന്യ തിരുമേനിക്കുള്ള സന്ദേശം എന്താണ്? ഇന്ത്യയിൽ ജനിച്ചു, അവിടെ നിന്ന് അമേരിക്കൻ ഐക്യനാടുകളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പറിച്ചു നട്ടതായ മനുഷ്യജീവിതം ഈ മണ്ണിൽ തന്നെ പേരിറങ്ങി കൂടുതൽ ബലവത്തായി വളർന്ന ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളതാണ് എനിക്കുള്ളത്. അല്ലാതെ ഇവിടുത്തെ പ്രവർത്തന കാലഘട്ടം കൊണ്ട് ഒരു പണമുണ്ടാക്കി നാട്ടിൽ വന്നാൽ ഇന്ത്യയിൽ പ്രവാസികളായിട്ട് മാത്രമേ കരുതുകയുള്ളൂ. അല്ലാതെ സഹോദരങ്ങൾ പോലും ഇതാരാണെന്ന് ചോദിച്ചാൽ അമേരിക്കക്കാരനാണെന്നേ പറയുകയുള്ളൂ, ഭാരതീയനെന്ന് പറയുകയില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അതുകൊണ്ട് നാം എവിടെയായിരിക്കുന്നുവോ താമസം ഉറപ്പിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ വിശ്വസ്ത പൗരന്മാരായി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അഭിമന്യ തിരുമേനി അമേരിക്കൻ ജാലകത്തിന് അനുവദിച്ച ഈ വിലപ്പെട്ട സമയത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനയും. താങ്ക് യു. Today, give a stranger one of your smiles. It may be the only sunshine he sees all day. എത്ര മനോഹരമായ വാക്കുകളല്ലേ. നമ്മുടെ ഒരു നേർത്ത പുഞ്ചിരി ദുഃഖിച്ചിരിക്കുന്ന സഹജീവികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കിരണങ്ങൾ തെളിയിച്ചേക്കാം. The world always looks better from behind a smile. അമേരിക്കൻ ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ജീവിതം സന്തോഷത്തിൻ്റെ 1000 സൂര്യകിരണങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കുക. ഇമെയിൽ അഡ്രസ് americanjalagam@asianetglobal.com. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.